എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ലോഫൈ മ്യൂസിക് വെച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാൻ പറ്റുമോ എന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സബ്സ്ക്രൈബറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോഫൈ മ്യൂസിക് വെച്ചിട്ട് എങ്ങനെ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാമല്ലോ. മണി നമുക്ക് ആർട്ട് റവന്യൂ കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. കാര്യം നമ്മൾ മ്യൂസിക്കാണ് യൂസ് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, വേറെ ഒരാളുടെ മ്യൂസിക് എടുത്തിട്ട് നമ്മൾ എന്താ ലോഫൈ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് അഡീഷണലി ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതുപോലുള്ള ചാനലുകൾ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന മെത്തേഡ്. അല്ലാതെ മ്യൂസിക് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് കാശുണ്ടാക്കാം എന്ന് ആരും വിചാരിക്കരുത്. ഓക്കെ, പിന്നെ ചാൻസസ് ആർ മോണിറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയാൻ, ചാൻസ് നിങ്ങളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ കിട്ടിയാലോ. മനസ്സിലായില്ലേ? നമ്മൾ കോപ്പിറൈറ്റ് കിട്ടാതെ പബ്ലിക് ഡൊമൈനിൽ നിന്നുള്ള വർക്കുകളാണ് ഞാൻ ഇതിൽ ചെയ്യാനുള്ളത്, കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഞാനിത് ചെയ്തിട്ടുള്ളൂ, എനിക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടും പിന്നെ എൻ്റെ ഒരു റിസർച്ച് പ്രകാരം ഇതേപോലുള്ള ലോഫൈ ചാനലുകൾ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഓരോരോ നമ്മളിപ്പോൾ മേക്ക് മണി മലയാളം എടുത്തു കഴിഞ്ഞാൽ കുറേ നമ്മളെ ഗുരുക്കളുണ്ടല്ലോ, അതായത് ഓൺലൈൻ മണി മേക്കിംഗ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ 4800 കിട്ടി, 3800 അങ്ങനത്തെ വീഡിയോ ഇവിടെ ഇല്ല. അപ്പോൾ ഓക്കെ, അത് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതൊരു ചിലവർക്കുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ മ്യൂസിക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ. നിങ്ങൾ ഓൺ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിപ്പോൾ ലോഫൈ മ്യൂസിക് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ലോഫൈ മ്യൂസിക് എന്ന് മാത്രമേ അടിച്ചിട്ടുള്ളൂ, ഇങ്ങനെ അതായത് ടൈപ്പ് ചെയ്തുള്ളൂ. അല്ല, ഇപ്പോൾ ലോഫൈ മ്യൂസിക്കിൻ്റെ കൂടെ മലയാളം ഇല്ലയെന്നുണ്ടെങ്കിൽ തമിഴ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഹിന്ദി എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഫൈ മ്യൂസിക് എന്ന് എടുത്തുള്ളൂ. അപ്പോൾ 2 ചാനൽ എനിക്ക് ആദ്യം കാണിച്ചു. പിന്നെ ഇപ്പോൾ 3ാമത്തെ ചാനൽ കാണുന്നുണ്ട്, മൂഡ് ക്രിയേഷൻ. ഓക്കെ, ലോഫൈ ഗേള്, റിലാക്സേഷൻ, ലോഫൈ ആൻഡ് ചില്ല്. ഓക്കെ, ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ലോഫൈ ഗേൾ എന്ന് പറയുന്ന, കാരണം ഇതൊരു വെരിഫൈഡ് ആയതുകൊണ്ട് വലിയ സബ്സ്ക്രൈബറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇതിപ്പോൾ ഇവർ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ചാനൽ. ഞാൻ ലൈവ് നോക്കുന്നില്ല, ജസ്റ്റ് ഈ ചാനലിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 13 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ട്, 405 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷോർട്സിൻ്റെ കണ്ടൻറ്റും അവരിടുന്നുണ്ട്. അപ്പോൾ ഷോർട്സിൽ പോപ്പുലറായിട്ടുള്ളത് 3.5 മില്യൺ വ്യൂസാണ് കിട്ടുന്നത്. വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ 97 മില്യൺ വ്യൂസ് കിട്ടുന്നുണ്ട്. പിന്നെ ആരും ഇതുപോലെ ഇത് ലൈവ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാതെ ഇതുപോലെ ലോങ് ഫോം കണ്ടൻറ്റിലുള്ള, അതായത് ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോകൾ മാക്സിമം ചെയ്യാതിരിക്കുക. ഓക്കെ, അതായത് ഇപ്പോഴേ യൂട്യൂബിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് വലിയ വീഡിയോസിന് അവരെന്ത് ചെയ്ത് മോണിറ്റൈസേഷൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ആഡ് കാണിക്കുന്നില്ല, ആ വലിയ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ കട്ടെന്നല്ല, ആഡ് കാണിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാര്യം ഇത്രയും വലിയൊരു കണ്ടൻറ്റ്, ഇപ്പോൾ ഈ ലോഫൈ മ്യൂസിക് ഇട്ടിട്ട് ചിലർ കിടന്നുറങ്ങാറാണ് പതിവ്, റെസ്റ്റ് എടുക്കാറാണ് പതിവ്. അപ്പോൾ അവർക്ക് ആഡ് കാണിച്ചതുകൊണ്ട് ഈ കമ്പനിയൊക്കെ ഒരു വരുമാനവും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ആൾക്കാർ അതിലോട്ട് ഇൻട്രസ്റ്റഡ് അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ചില കാര്യങ്ങളൊക്കെ, അതായത് കട്ട് ചെയ്ത് ഇങ്ങനെ കുഞ്ഞാക്കി വെച്ചിട്ടുണ്ട്. കാര്യം അവർക്ക് പിടി കിട്ടിയത് കൊണ്ടായിരിക്കണം, മനസ്സിലായില്ലേ? അപ്പം ഇവർ ഇതേപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചിലതിന് ഇമേജ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ ഒരു ചാനൽ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അവസാനം വരെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഇമേജസ് ആണ്. അതായത് ഇപ്പോൾ ഇവരൊരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്, ഇതേപോലത്തെ, അതായത് ഇങ്ങനെ വായിക്കുന്നത്, മ്യൂസിക് ലിസൺ ചെയ്യുന്നത്, ഇതെല്ലാം അവരുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതേപോലൊരു ഇമേജ് ഡെവലപ്പ് ചെയ്യണം. കാര്യം നമുക്ക് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കങ്ങനെ ചെയ്യാനായിട്ടുള്ള കഴിവില്ല. പക്ഷേ നമ്മുടെ AI ടൂളിന് പറ്റും. ഓക്കെ, ഞാനിന്ന് ഒരു AI ടൂളും കൂടെ പരിചയപ്പെടുത്തരാം, leonardo.ai. ഓക്കെ, ഈ AI ടൂളിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ അമേസിങ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ ഈ പിക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പിക്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഈ leonardo.ai നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ വെച്ചിട്ടോ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് ഷോർട്ടായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം AI ഇമേജ് ജനറേഷൻ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കുക, ആവശ്യമില്ലാത്തത്.
എന്നിട്ട് ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണോ അവിടെ കിട്ടേണ്ടത്, ഇമേജ് എന്ത് കിട്ടണം അതൊന്ന് അടിച്ചതിന് ശേഷം ദാ ഇവിടെ ജനറേറ്റ് കൊടുക്കുക. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റി. ഓക്കെ, ഇപ്പോൾ ജനറേറ്റ് ഓപ്ഷൻ വന്നു. എന്താണ് കാര്യം എന്ന് അറിയില്ല, അപ്പോൾ നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഇമേജ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ, നമുക്കപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ നമുക്കൊരു ഇമേജ് കാണിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഈ AI വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ലോഫൈ ബീറ്റ്സ് വേണം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ, അതായത് ലോഫൈ ബീറ്റ്സ് ഇംഗ്ലീഷ് അങ്ങനെയല്ല, ലോഫൈ ബീറ്റ്സിന് നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ ലോഫൈ ബീറ്റ്സ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന മെത്തേഡ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ടൂൾ പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഷോർട്ടായിട്ടായിരിക്കും ഇടുക. അതായത് നമുക്ക് ഏത് ഒരു മ്യൂസിക് വേണമെന്ന്, അതായത് നമ്മുടെ മലയാളം മ്യൂസിക് ആയാലും ഏത് മ്യൂസിക് ആയാലും അതിന് എന്താ ലോഫയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് കാരണം കോപ്പി റൈറ്റ് ഒന്നും മാറത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാം, കോപ്പി റൈറ്റ് മാറത്തില്ല. അപ്പോൾ ഇതെവിടെ കിടന്ന് ക്രിയേറ്റ് ആവട്ടെ. നിങ്ങൾ അടുത്ത് ജസ്റ്റ് പോകേണ്ടത് പിക്സബേ എന്ന് പറയുന്ന സൈറ്റാണ്. ജസ്റ്റ് ഗൂഗിളിൽ പോവുക, എന്നിട്ട് പിക്സബേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആയിരിക്കും കിട്ടുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഈ ഒരു കോർണറിൻ്റെ അകത്ത് ഇമേജസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, ഇല്ലുസ്ട്രേഷൻ ഉണ്ട്, വെക്ടേഴ്സ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, സൗണ്ട് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂസിക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, എനിക്കിപ്പോൾ ലോഫൈ മ്യൂസിക് അല്ലേ വേണ്ട, ലോഫൈ ചില്ലെന്നോ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് തന്നെ കിട്ടും. അയ്യടാ, ഇത് ഇമേജ് ആണല്ലോ വന്ന. ഓക്കെ, മ്യൂസിക്. ഓക്കെ, ഞാനൊന്ന് പ്ലേ കാണിച്ചു തരാം. ഒന്ന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നോ, ഞാൻ അത് പ്ലേ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഈ മ്യൂസിക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചോ. നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ലോഫൈ സ്റ്റഡി കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ എവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷനിലുണ്ട്. ജസ്റ്റ് ഇതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് ഡൗൺലോഡ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് എന്നും കൂടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളോ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാനായിട്ട് അവർ ചോദിക്കും, കാരണം നമ്മൾ ജോയിൻ ചെയ്തില്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഒരു മെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്താൽ മതി ഈ പിക്സബേ എന്ന് പറയുന്ന സൈറ്റിൻ്റെ അകത്ത്. എപ്പോഴും ലോഗിൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിനകത്തുള്ള നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള മ്യൂസിക് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത് അപ്പോൾ നമ്മുടെ AI ഇതുവരെ വീഡിയോ ഉണ്ടാക്കി തീരുന്നില്ല. അതിനുശേഷം നമുക്കിപ്പോൾ വീഡിയോ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക്കിൻ്റെ സെക്ഷനിൽ ചെന്നിട്ട് ഇവിടെ വീഡിയോസ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ലോഫൈ എന്ന് മാറ്റിയിട്ട് ആനിമേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അനിമേഷൻ വീഡിയോസിനകത്ത് ഇത് ലോഫൈക്ക് പറ്റിയതാണ്, ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നത്. ഇത് ലോഫൈക്ക് കൊള്ളത്തില്ല. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ കിട്ടും. അതായത് ആനിമേ, ഡെമൺ, ഗേൾ, വുമൺ. ഓക്കെ, ഇതേപോലെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഉദാഹരണത്തിന് മുകളിൽ നമ്മൾ കണ്ട ഈ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഹൈ റെസൊല്യൂഷനിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പോൾ 1080p ഉണ്ട്, 2K ഉണ്ട്, 4K ഉണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, 4K ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഡൗൺലോഡ് കംപ്ലീറ്റും ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ നമ്മുടെ lianado.ai നമുക്ക് ഇമേജ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഈ ഒരു സൈസിലിട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ യൂട്യൂബിൽ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്, പോർട്രേറ്റ് വീഡിയോ എന്നല്ല. നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ടാണ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുത്തെ റെസൊല്യൂഷനിൽ ചെന്നിട്ട് 512x768 അല്ലെങ്കിൽ 768x512 എന്നുള്ള ഒരു സെക്ഷനിൽ പോയി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ഈ ഇമേജിൽ തൊടുമ്പോൾ തന്നെ ഇവിടെ ഡൗൺലോഡിൻ്റെ ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതായത് നമുക്ക് വീഡിയോ ആയി, ഇമേജായി, മ്യൂസിക്കായി, ഓക്കെ, ലോഫൈ ബീറ്റ്സും ആയി. ഇനി നിങ്ങൾക്ക് മൊബൈലിൽ ആണ് എഡിറ്റ് ചെയ്യേണ്ട കാര്യം. എഡിറ്റ് ചെയ്യാനായിട്ട് യൂക്കട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഒന്നേ ഇമേജ് എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ lianado.ai എന്നെടുത്ത് ഒന്നേ ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്യുക. ഏതായാലും സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച മ്യൂസിക്കും അവിടെ ഇടുക. ഓക്കെ,
എന്നിട്ട് വീഡിയോ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളുമായി. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോപ്പിറൈറ്റ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ നോട്ട് അഫക്റ്റഡ്, കാരണം കോപ്പിറൈറ്റ് കണ്ടന്റ് ഇല്ല. ഈ കോപ്പിറൈറ്റ് എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ടാവും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെഡ് ആയിരിക്കും. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 ഓപ്ഷനാണ് വരിക. അതായത് ഞാനാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കിയത്, അല്ല ഇത് എനിക്ക് ഫെയർ യൂസിന് തന്നതാണ്, ലൈസൻസ് ഉണ്ട്, ഞാൻ ആട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് വരാറ്. അപ്പോൾ ലൈസൻസ് ഉള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഓപ്പൺ ആയിട്ട് ഒരു പേജ് വരും. അവിടെ നമ്മൾ ഇവിടെ നിന്ന് ഞാനൊരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ഡൗൺലോഡ് സെക്ഷനിൽ പോവുക. എന്നിട്ട് ഇതാണ്ട് സർട്ടിഫിക്കറ്റ് ഇതാ കിടപ്പുണ്ട്. ഇതിനെന്ത് ചെയ്യുക, എല്ലാത്തിനെയും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ആ ഒരു കോളത്തിൻ്റെ അകത്ത് ജസ്റ്റ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേര്, കറക്റ്റ് പേര്, ഇപ്പം ഫുൾ നെയിം, താഴെ സിഗ്നേച്ചറിൻ്റെ അവിടെ ഫുൾ നെയിമും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾക്ക് ഒരു മെയിലിൽ നോട്ടിഫിക്കേഷൻ കിട്ടും, കോപ്പിറൈറ്റ് മാറിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കോപ്പിറൈറ്റ് ഒഴിവാക്കുന്നത് ഈ മ്യൂസിക്കിൻ്റെ. അപ്പോൾ നമുക്ക് അനുമതി തരികയാണ് ആ സൈറ്റ് നമ്മുടെ മ്യൂസിക് യൂസ് ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നില്ല. പിന്നെ ഇവരെ പോലുള്ള ചാനലുകൾ മാക്സിമം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരെങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ആഡ് റവന്യൂ അല്ല. മനസ്സിലായില്ലേ? ആഡ് റവന്യൂ ചിലപ്പോൾ ഇവർക്ക് കാണുമായിരിക്കും ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം ചെയ്യുന്നത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയാൽ തന്നെ നമുക്കറിയാം അഫിലിയേറ്റഡ് മാർക്കറ്റിൻ്റെ ലിങ്കാണ് ഇവർ എന്ത് ചെയ്യുക കൂടുതലും കൊടുക്കാറ്. അതായത് ഇവർക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉണ്ടാവാം. മനസ്സിലായില്ലേ? ഇപ്പോൾ എറ്റ്സി ആവാം, അതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ റെഡ് ബബിൾ ആവാം. അവിടോട്ട് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളൊരു സോഴ്സ് ഇതിലോട്ട്. അപ്പം ഈ ലോഫൈ ഗേളിൻ്റെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ചിലവരെന്ത് ചെയ്യും, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എന്താ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറിപ്പോവും. മനസ്സിലായില്ലേ? അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇവരുടെ സൈറ്റിലോട്ടാണ് നമ്മൾ കയറിയത്. കണ്ടോ, ലോഫൈ ഗേൾ ഗെറ്റ് യുവേഴ്സ് നൗ. ഇതാ നമ്മുടെ ഷർട്ടുകളൊക്കെയാണ്, കണ്ടില്ലേ? ഓവർ സൈസിൽ ലോഫൈ ടീഷർട്ട് $39 ഈ ഒരു ടീഷർട്ടിന് അവർ കോസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആരെങ്കിലും ഒരാൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ $39 അവർക്ക് കിട്ടി. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ് ഇവർ ചെയ്യുന്ന സ്ട്രാറ്റജി. അതുപോലെ തന്നെ ഈ ലോഫൈ ഗേളിൻ്റെ ലിങ്കുകളിൽ നിങ്ങൾക്കൊരു bit.ly എന്നും പറഞ്ഞുകൊണ്ടൊരു ഇത് കാണുന്നുണ്ടോ? സംഭവം എന്ന് പറഞ്ഞാൽ URL ഷോർട്ട്നർ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യാണ്, ലിങ്കിനെ ഷ്രിങ്ക് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലിങ്ക് ഉണ്ടാവും, എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഉണ്ടാവും. ഞാൻ അവരുടെ ഒരു URL ഷോർട്ടൺ ചെയ്യുന്ന സൈറ്റുകളിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കും എൻ്റെ ലിങ്ക്. അപ്പോൾ അവരൊരു ലിങ്ക് തരും. അതുവഴിയാണ് ഒരാൾ ക്ലിക്ക് ചെയ്ത് കയറി പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് പോകുമ്പോഴത്തേട്ട് നമുക്ക് ഒരു ഷോർട്ടനിങ് ലിങ്ക് വഴിയാണ് കയറി പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുവഴി കയറി പോകുന്ന സമയത്ത് ഇവർക്ക് ഒരു ഇത് കിട്ടും. അതായത് 1000 പേര് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈറ്റിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷ്രിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളുകാർ നമ്മുടെ ലോഫൈ മ്യൂസിക് കമ്പനിക്ക് എന്ത് ചെയ്യും, പൈസ അയച്ചു കൊടുക്കും. അത് ഒന്നാമത്തെ മെത്തേഡ്. പിന്നെ ഷോപ്പിൻ്റെത് രണ്ടാമത്തെ മെത്തേഡ്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, അതായത് നമുക്ക് പ്രോഡക്റ്റ്, ഇപ്പോൾ ഇതുപോലത്തെ ബെസ്റ്റായിട്ടുള്ള ഹെഡ്സെറ്റ്, നിങ്ങളെ എന്താ പറയുക റിലാക്സിങ്ങിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആമസോണിൻ്റെ അഫിലിയേറ്റഡ് ലിങ്കുകൾ കുറേ ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും കമ്മീഷൻ കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പോൾ 97 മില്യൺ ഇതിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 1000 പേരെങ്കിലും വാങ്ങിക്കാതിരിക്കില്ല. കാരണം മാക്സിമം ആൾക്കാരും കൺസ്യൂം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം എന്താ പറയുക, കൺസ്യൂം ചെയ്യാറാണ് പതിവ്. അതായത് അവർ രസിച്ചങ്ങിരിക്കുന്നു, അടുത്ത കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത് ലിങ്ക് ഓപ്പൺ ചെയ്ത് അവർ ഓരോ കാര്യങ്ങൾ നടക്കും. അല്ലാതെ ആരും അങ്ങനത്തെ മൈൻഡിൽ ചിന്തിക്കുന്ന കുറച്ച് പേരെ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഇവരുടെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? യൂട്യൂബ് നടത്തുന്നവരുടെയൊക്കെ വിജയം. അപ്പോൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആമസോണിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പിന്തുടരാം. അപ്പോൾ ഇങ്ങനെയാണ് ലോഫൈ മ്യൂസിക് സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ നേരെ ചെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് കോപ്പിറൈറ്റും വാങ്ങിച്ച് ചാനൽ ബാനായി തിരിച്ചു വരരുത്. മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ ഒരു വീഡിയോ, ഞാനിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മലയാളത്തിലുള്ള ഏതെങ്കിലും ഒരു ഫേമസ് മ്യൂസിക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ലോഫൈ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞും കൊണ്ട് അവിടെ ചെന്ന് അപ്ലോഡ് ചെയ്തിട്ട് ചാനൽ ബാൻ ആയിക്കൊണ്ട് വരരുത്. കാരണം കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ ബാനാക്കി. ഞാൻ എൻ്റെ ഒരു 2 ചാനലിൽ അങ്ങനെ ബാനാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ തുടങ്ങിയ സമയത്തുള്ള എക്സ്പീരിയൻസ് ആണ്. കുറേ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ട് എൻ്റെ ചാനൽ ബാനായി പോയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു
വർക്ക് ചെയ്തിട്ടാണ് ഇവിടം വരെ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ബാനാക്കി കളയരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെജിറ്റ് മെത്തേഡിൽ കോപ്പിറൈറ്റ് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ കോപ്പിറൈറ്റ് നിങ്ങൾക്കില്ല, മോണിറ്റൈസേഷൻ കൊടുക്കുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇല്ല, നമ്മൾ അങ്ങനെ വേറെ ഒരാളുടെ കണ്ടൻറ്റ് മോഷ്ടിക്കില്ല, അവർ നമുക്ക് തരുന്നുണ്ട്, പബ്ലിക് ഡൊമൈനിലെ സാധനമാണ്. അതുകൊണ്ട് പിന്നെ ആ വീഡിയോ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. കാരണം പിക്സബേ യൂട്യൂബ് മോണറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ്, ഒരു വെരിഫൈഡ് ആയിട്ടുള്ള സൈറ്റാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ ആ റവന്യൂ കിട്ടിയാൽ നിങ്ങളതൊക്കെയാണ്. പിന്നെ ഇത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ എടുത്തിട്ട് എബോട്ടിൽ പോയി കഴിഞ്ഞാൽ 2015 തുടങ്ങിയതാണ് ഈ ചാനൽ, മനസ്സിലായില്ലേ? അപ്പോൾ എത്ര വർഷത്തെ അവരുടെ ഒരു 8 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് അവർ ഈ ഒരു കാണുന്ന രീതിയിലായത്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് വ്യൂസ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് തന്നെ, അതായത് ഇന്ന് ഒരു 8 മണിക്ക് ഇടുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരു 8-9 മണി രാവിലെയോ രാത്രിയോ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വീഡിയോ ഇട്ടിട്ടുകൊണ്ടിരിക്കുക. അല്ലാതെ ഇങ്ങനെ ഞാൻ ഇടുന്നത് പോലെ ഇടരുത്. അതുകൊണ്ട് വീഡിയോ ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്, മനസ്സിലായില്ലേ? എൻ്റെ വ്യൂസ് കയറി വന്നിട്ട് ഇങ്ങനെ ഡൗൺ ആവാനുള്ള കാര്യമേ ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറയുക, നമ്മൾ അതിനോട്ട് ആ ഒരു ഇതില്ലേ, ആ ഒരു കാര്യം നമ്മൾ അതിലോട്ടുള്ള കൺസിസ്റ്റൻസി അത് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഒരു കൃത്യനിഷ്ഠത വേണം ഇത് ചെയ്യുമ്പോൾ, യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന്, അപ്പോൾ ടെക് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് AI പരമായിട്ടുള്ള വീഡിയോസിനും പിന്നെ ഇതേപോലത്തെ ഫിനാൻസ് വീഡിയോസിനും കുറച്ചൊക്കെ അറിവുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.